ആയിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോ നിന്റെ രൂപം. ഈ കൊച്ചു ജീവിതം ഏകുന്നു ഞാൻ ഈ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പൗരോഹിത്യം 39 വർഷം പൂർത്തിയാകുകയാണ്. 1985 ഉള്ള ഈ ദൈവ അനുഭവത്തിലെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ദൈവാനുഭവം ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് അല്ല. മതപണ്ഡിതന്മാരും അക്കാഡമിഷ്യൻസുമാണ് ഇതിനെ വല്ലാത്ത രീതിയിൽ സങ്കീർണമാക്കി കളഞ്ഞത്. അവരന്വേഷിച്ച മേഖലയിലാണെങ്കിൽ പക്ഷേ പലപ്പോഴും ദൈവം ടാൻജിബിളുമല്ല. ക്രിസ്തുവിൻ്റെ പിതാവ് വളരെ ടാൻജിബിളാണ്, തൊടാൻ പറ്റും. അത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവവും അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് തൊടാൻ പറ്റിയ ദൈവത്തെ ബൈബിൾ അവതരിപ്പിച്ചിട്ടില്ല. നമ്മളാണ് അതിനെ പഠന സബ്ജക്റ്റാക്കി മാറ്റി അത് അതിനെ വസ്തുവാക്കി മാറ്റി. പഠിക്കുമ്പോൾ ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്ത് വരും. ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്യും. കാര്യം നമുക്ക് പഠിക്കുന്ന ഓബ്ജക്റ്റാണല്ല, പക്ഷെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യത്തിനാണ് കൃപാസനത്തിൽ പ്രാധാന്യം. എന്താ കാര്യം? ബൈബിളിൽ പ്രാധാന്യം സാക്ഷ്യത്തിന്. അതുകൊണ്ടാണ് ബൈബിളിൽ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലെ പ്രാധാന്യം സാക്ഷ്യത്തിനാണ്. സാക്ഷ്യം പല രീതിയിൽ വരും. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സാക്ഷ്യം വരണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, നോക്കി, കാതുകൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ. അപ്പോൾ എന്തെല്ലാം 3 തരത്തിൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യനാണ്. വിശുദ്ധി പാടുള്ള വിഷയമാണെന്ന് നമ്മളോട് പറഞ്ഞത് പിശാസാണ്, അല്ല ദൈവമല്ല. നീ എൻ്റെ മുമ്പാകെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വിശുദ്ധനാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിട്ട് അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. ആദ്യം തന്നെ ഉടമ്പടിയുടെ വെളിപാട് അതാണ്. അനുസരിക്കാൻ തയ്യാറായാൽ ഐ ആം റെഡി, ആമേൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? അനുഗ്രഹം പ്രാപിക്കും. വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്, ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധിയുടെ അഭിഷേകം നിനക്ക് അതായത് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം വേരില്ലാത്ത കൊണ്ട്. വേരെന്താണ്? പരസ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ് വേരെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം താഴെ വരുന്ന വചനം വായിച്ച്, മുള്ളുകളുടെ വീണിനെക്കുറിച്ച് പറയുന്നുണ്ട്. 15 വായിച്ച്, 8:15. നല്ല നിലത്ത് വീണതോ, പറഞ്ഞ നല്ല നിലത്ത് വീണതോ, വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാരാണ് ശരിക്കും പറഞ്ഞ? ഇതാണ് മറിയമെന്ന് പറയുന്ന ആള്. പിടികിട്ടിയ? അതായത് മറിയത്തിൻ്റെ വാട്ടർ മാർക്കുകൾ ഇങ്ങനെ ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ പോയിരിക്കുകയാണ്. മറിയമെന്ന് നേരിട്ട് പറയത്തില്ല, മറിയത്തിൻ്റെ സ്വഭാവങ്ങൾ പറയും, രീതികൾ പറയും, സംസ്കാരം പറയും. മറിയം സംസ്കാരത്തിലുള്ളൊരു വചനമാണിത്. എന്താണിത്? മറിയം എന്താ ചെയ്യണത്? നല്ല വിത്ത് വീണതോ, വചനം കേട്ട് പറഞ്ഞ്
നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പ്രകടിപ്പിക്കുന്നതാണ്. ചില ഫലത്തിന് സഹിക്കുന്ന സ്നേഹം വേണം. അതാണ് ക്ഷമയെന്ന് പറയണത്. ചില ഫലത്തിന് ഇത്തിരി താമസിക്കും. ചില ഫലങ്ങൾ അതിനെന്ത് വേണം? ദൈവത്തോട് സ്നേഹം വേണം. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു സഹനവും വേണം. അല്ലാതെ ഉടമ്പടി എടുത്തല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, അവൾക്ക് കിട്ടിയല്ല, ഉടമ്പടി എടുക്കാത്ത അവൾക്ക് കിട്ടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടമ്പടി ഡൗൺ ആക്കരുത്. ക്ഷമ പോയെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ക്ഷമയെന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ആ ക്ഷമ ചില കാര്യങ്ങൾ നിറവേറാൻ ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയമാണ് നിനക്ക് കുറിച്ച് തരണത്. അപ്പോഴേ ദൈവത്തിൻ്റെ സമയം കുറിച്ചാൽ എല്ലാം ശരിയായിരിക്കും. ഇപ്പോൾ ഉടമ്പടി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഉടമ്പടി തരാമായിരുന്നു. തന്നില്ലല്ലോ. പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് തന്നത്? അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പം 11 കൊല്ലം കഴിഞ്ഞാണ് ഉടമ്പടി തന്നത്. ആ ഉടമ്പടി തന്നെങ്കിലും അത് കോവിഡ് വരെ ഒരുമാതിരിപ്പെട്ട ഒരു ഫസ്റ്റ് ലെയർ ആൾക്കാർ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ? കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഉടമ്പടി വളർന്നു വരാൻ കാര്യം ആ ഉടമ്പടി 18 വരെ എടുത്തു പോയവർക്ക് ഫലമുണ്ടായി. അവരെല്ലാം സാക്ഷ്യങ്ങളും കൊണ്ടാണ് ഉടമ്പടി നമ്മളുടെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിലേക്ക് വന്ന ജനം എന്തുകൊണ്ടാണ് വന്നത്? 16-ലും 17-ലും 18-ലും അവർക്ക് കിട്ടിയ വലിയ സാക്ഷ്യങ്ങൾ കൊണ്ട്. ദേ ആർ കമ്മിങ് കാരിങ് ദ ഷേപ്സ് എന്ന് പറയത്തില്ലേ? അവർ കരഞ്ഞുകൊണ്ട് വിത്തുമായിട്ട് വന്നവരെ, വിതച്ചിട്ട് പോയവരെ അവർ തിരികെ കൊയ്ത കറ്റയുമായി സന്തോഷത്തോടെ ആർപ്പോടെ തിരിച്ചു വന്നു. അവിടെ ആർപ്പ് വിളികളാണ് സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർപ്പ് വിളികളാണ് സാക്ഷ്യങ്ങൾ. അത് കേൾക്കുമ്പോൾ ആമയും പറയുകയും ഹല്ലേലൂയ പറയുകയും എന്നെയും ആർപ്പ് വിളിക്കാൻ അവകാശി ഓഹരിമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാവരും സന്തോഷത്തോടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. അപ്പോൾ ചില കാര്യങ്ങൾക്കുള്ള സമയം ദൈവം നിശ്ചയിക്കും. ആ നിശ്ചയിക്കുമ്പോൾ അത് 1.5 സമയമായിരിക്കും. എല്ലാ കാര്യവും ഒത്തുവരണ സമയം ദൈവത്തിനറിയാം. അപ്പോൾ നിൻ്റെ ചില വിഷയങ്ങൾക്ക് ദൈവമാണ് അപ്പം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ക്ഷമയോട് കാണിക്കരുത്. എഴുന്നേൽക്കുക. അത് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അഭിഷേകത്തോട് സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. അടിപ്പെട്ട പോലെ വൈദാഖാകുമ്പോൾ ദൈവികമായ സത്യം ഉച്ചമുതൽ ഉള്ളംകാല് വരെ അയച്ചിറങ്ങിക്കൊണ്ട് എല്ലാ കോശങ്ങളെയും പേശികളെയും അസ്ഥിക്കുടകളെയും അസ്ഥിസന്ധികളെയും കർത്താവിന്റെ കൃപയെ നിറക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അത് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം വളരട്ടെ. കർത്താവ് അസ്ഥികളുടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും കർത്താവിന്റെ രക്തം വളരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എപ്പിലെപ്സി രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, കരരോഗം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് മുതുക പൊന്തിയ അവസ്ഥകൾ, കിഡ്നി രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, ചിരങ്ക് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വെളിച്ചമില്ലാത്തവരെ, വിവാഹമൊത്തു വരാത്തവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. നിന്റെ ഉന്നതമായ നാമത്തിലെ സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ മക്കളുടെ കൊടുക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, മാർഗദൂതങ്ങള്, ജീവദുരിതങ്ങള്, വസ്തുവില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജോലിയില്ലാത്തവര്, രേഖകള്, സർട്ടിഫിക്കറ്റുകള്, കുടുങ്ങിപ്പോയവര്, വിദ്യാഭ്യാസ മേഖലകളില്, ജോലി മേഖലകളില്, യാത്രാ മേഖലകളില്, എല്ലാ തരത്തിലുള്ള ജീവിത വിളികളുടെ മേഖലകളിലുള്ള നിലവിലുള്ള തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. മുട്ടേദിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ടി. ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടയിൽ നിന്ന് കൈകൾ കുപ്പി കണ്ണടച്ച് കണ്ടേ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ക്രിസ്മസ് നിങ്ങളെ പ്രത്യേകം ആശംസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഉടമ്പടിയിലുള്ളവർ എപ്പോഴും ക്രിസ്മസിലാണ്. ഞങ്ങൾക്കാണെങ്കിൽ ക്രിസ്മസ് വരുന്നു എന്നുള്ള മറ്റുള്ളവരെ പ്രതിയാണ് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയണത്. നമ്മൾ 24 മണിക്കൂർ ഇതിൻ്റെ അകത്ത് തന്നെയല്ലേ, ഇതിൻ്റെ തന്നെയാണ് കർത്താവിൻ്റെ ജോലിയും. 24 മണിക്കൂറും ക്രിസ്മസാണ്. ദൈവം ആരിലെല്ലാം ഹൃദയത്തെ ജനിക്കുന്നുവോ ഇവിടെ എല്ലാ ദിവസവും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവരുടെ ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ക്രിസ്മസ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, പാവപ്പെട്ടവരെ കരുതണം. ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരും കൈനീട്ടത്തില്ല. എല്ലാവർക്കും അഭിമാനമുള്ളതുകൊണ്ട് കൈനീട്ടത്തില്ല. നമ്മൾ ചോദിക്കണം. പക്ഷെ അവർക്ക് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ തോന്നത്തില്ല. പക്ഷെ നമ്മൾ ചിലരെ കണ്ടിട്ട് അവരെ കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം. അപ്പോൾ അവർക്ക് ക്രിസ്മസ് ഉണ്ടാകും, നമുക്കും ക്രിസ്മസ് ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവരെ കൂടി അതിൻ്റെ അകത്ത് ജാതിയും മതവും ഒന്നും നോക്കരുത്. കാര്യം നമ്മളിവിടെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവരുടെയും കൂടെയാണ് സൃഷ്ടിച്ചത്. ദൈവം ആദ്യം മരങ്ങളെയും, അതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ കമ്പ് വെട്ടാൻ പോലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളെ സൃഷ്ടിച്ച് വിട്ടപ്പോൾ എല്ലാവരെയും അവരെയൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടാണ് നമ്മളെ അവസാനം സൃഷ്ടിച്ചത്. അപ്പോൾ അവരെ എല്ലാവരും നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരൊക്കെ സൃഷ്ടിച്ചത്. അല്ല പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് അതിൽ നിന്ന് എടുക്കാം, അല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മരങ്ങളുടെ കായകൾ എടുക്കാം, മത്സ്യങ്ങളെ കഴിക്കാം, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ട് എല്ലാവരെയും സൃഷ്ടിച്ചതിന് ശേഷം ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിന് ഒരു കാര്യം, നമ്മൾ അതുങ്ങളെ നോക്കുമെന്നാണ്. വെള്ളം പോലും സൃഷ്ടിക്കുമ്പോൾ വെള്ളം ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. അത് നമ്മുടെ ഒരു ജനിതകമായ ഒരു ഉത്തരവാദിത്വമാണ്. പൊതു ഇടങ്ങളെ സംരക്ഷിക്കുക, വിശുദ്ധിയോടെ പരിസരങ്ങൾ സംരക്ഷിക്കുക, എല്ലാം. അപ്പം അതെല്ലാം എവിടെയെല്ലാം നിങ്ങളത് ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് ക്രിസ്തുവിനെ സംരംഭമാക്കുന്നുവോ അവർക്കെല്ലാം ക്രിസ്മസാണ്. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കൈയടിച്ചു കൊടുത്തത്. ഒരിക്കൽ കൂടി മരിയനുടമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2 പത്രോസ് 1:17 തിരുവചനം അനുസരിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ
കൂടുതൽ ഉത്സാഹമുള്ളവരായി ഉടമ്പടി നിബന്ധനകളും ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിത ഉത്തരവാദിത്തങ്ങളും വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് സ്നേഹത്തിൽ വേരുവാകി ഉറയ്ക്കുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ Ave Maria,